ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പനി വരിക, വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന രീതിയിലുള്ള ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ, ചെറിയ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ സാധാരണയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് രജന്യാദി ചൂർണം ആയുർവേദത്തിൽ കൊടുക്കാവുന്നതാണ്. രജന്യാദി ചൂർണം എന്നാണ് പേര്. അപ്പോൾ അതിൽ ഒരു 5 ഗ്രാം വീതം നമ്മൾ തേനിലോ അതല്ല വെള്ളത്തിലോ കൊടുക്കാം. പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ പാല് നേർത്തിച്ച് പകുതി പാലും പകുതി വെള്ളവും കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചിട്ട് അതിൽ നമുക്ക് ഒരു 5 ഗ്രാം രജന്യാദി ചൂർണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അത് അല്ലാതെ നമുക്ക് ഇങ്ങനെ വരുന്ന പനിക്കൊക്കെ മരുന്ന് കൊടുക്കാൻ പറ്റും. അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പം നമ്മൾ രജന്യാദി ചൂർണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. മിനിമം ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ഒരു നേരം രാത്രിയിലായിരിക്കും നമുക്ക് പൊതുവെ നമ്മൾ ഓർക്കുന്നത്. അപ്പം രാത്രിയിലോ അതല്ലെങ്കിൽ രാവിലെ കൊടുക്കുക, വെറും വയറ്റിൽ കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം കുഞ്ഞിന് രജന്യാദി ചൂർണം കൊടുത്തു നോക്കുക. ഈ പെട്ടെന്ന് വരുന്ന പനിയും ജലദോഷം കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. താങ്ക്